ഇപ്പോൾ ഒക്ടോബർ 2025 തോറ്റ NUS വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി എടുക്കാൻ പറ്റുന്നത് 2 ഓപ്ഷൻസാണ്. അപ്പോൾ NUSൽ ഒരു സബ്ജക്റ്റോ 2 സബ്ജക്റ്റ് തോറ്റു പറഞ്ഞാൽ വിഷമിക്കേണ്ട ഒരു കാര്യമല്ല. അത് ബാക്കി ജയിച്ചത് അങ്ങനെ തന്നെ ഉണ്ടാവും. 10 വർഷത്തിനുള്ളിൽ നമുക്ക് ഈ തോറ്റത് മാത്രം ക്ലിയർ ചെയ്യാനുള്ള അവസരം. അതെ, അപ്പോൾ ഒരു തവണയെങ്കിലും മിനിമം അവർ +2 അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെയുള്ള സ്റ്റുഡൻസിന് ഓൺ ഡിമാൻഡ് എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ജയിച്ച വിഷയങ്ങൾ അങ്ങനത്തെ ഉണ്ടാവും, തോറ്റ വിഷയം മാത്രം നമ്മൾ എഴുതി കൊടുത്താൽ മതി. ഇനി 5 വർഷം കഴിഞ്ഞാലും നമ്മുടെ ജയിച്ച വിഷയങ്ങൾ പോകത്തൊന്നുമില്ല. അത് നമുക്ക് രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിന്യൂവൽ, ഇപ്പോൾ നമ്മൾ ഒരു വാഹനത്തിനൊക്കെ രജിസ്ട്രേഷൻ 15 വർഷം കഴിഞ്ഞാൽ റിന്യൂവൽ എടുത്ത് വീണ്ടും 5 വർഷം കിട്ടും. അതേപോലെ ഈ 5 വർഷം കഴിഞ്ഞാൽ റിന്യൂവൽ എടുത്ത് മീൻസ് രജിസ്ട്രേഷൻ കൊടുത്താൽ വീണ്ടും ഒരു 5 വർഷം നമ്മൾ ജയിച്ച വിഷയങ്ങൾ അങ്ങനെ തന്നെ. അപ്പോൾ തോറ്റത് മാത്രം ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. മറ്റുള്ള ബോർഡുകളിലുള്ള കുട്ടികൾ ഏകദേശം പരീക്ഷ തോൽക്കപ്പോഴാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല, ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെ. ഹലോ എവ്രിവൺ, എല്ലാവർക്കും ബാസ് ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീക്കിൽ നമുക്ക് NIOSന്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്റ്റുഡൻസ് പാസ്സായിട്ടുണ്ട്, വളരെ സന്തോഷം. എന്നിരുന്നാൽ കൂടിയും ചില സ്റ്റുഡൻസ് 1-2 സബ്ജക്റ്റുകൾക്ക് ഫെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഫെയിൽ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ എത്രയും പെട്ടെന്ന് എങ്ങനെ പാസ്സാക്കി എടുക്കാം എന്നുള്ളതാണ് അവരുടെ മനസ്സിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ഈ ഒരു ഡിസ്കഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതും എങ്ങനെ അവരുടെ ഈ ഒരു ഫെയിൽ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ പെട്ടെന്ന് പാസ്സാക്കി എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സാറിനോട് ചോദിക്കാം. നമുക്കിപ്പോൾ NIOSന്റെ റിസൾട്ട് വന്ന സമയത്ത് വളരെ ചുരുക്കം സ്റ്റുഡൻസ് 1-2 സബ്ജക്റ്റുകൾക്കൊക്കെ ഫെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു ഫെയിൽ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ എങ്ങനെ പെട്ടെന്ന് പാസ്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും? നമുക്ക് മറ്റുള്ള ബോർഡുകൾ പോലെയല്ല NIOSനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഓപ്പൺ സ്കൂളിംഗ് ആണ്. മാത്രമല്ല അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു പ്രാവശ്യം തോറ്റു പോകുകയെന്ന് പറഞ്ഞാൽ നമുക്കത് ബ്ലാക്ക് മാർക്ക് വരുന്നില്ല. അത് നമുക്കത് വീണ്ടും, കാരണം NIOSൽ മാത്രമേ നമ്മൾ തോറ്റു കഴിഞ്ഞാൽ തോറ്റ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തുള്ളൂ. നമ്മൾ ആ കുട്ടികൾക്ക് എഴുതിയെടുത്തിട്ട് പിന്നെ സർട്ടിഫിക്കറ്റ് അവിടെ വരുന്നുള്ളൂ. മറ്റുള്ള ബോർഡുകളിലൊക്കെ തോറ്റു കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് വന്ന് പിന്നെ സപ്ലിമെൻ്ററി എഴുതിയതിന് ശേഷം അത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ NIOSലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒക്ടോബർ 2025 തോറ്റ NIOS വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി എടുക്കാൻ പറ്റുന്നത് 2 ഓപ്ഷൻസാണ്. ഒന്നെന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മുടെ നോർമൽ ഓൺ ഡിമാൻഡ് ഉണ്ട്. ഓൺ ഡിമാൻഡ് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. അതായത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുക, അതായത് നമുക്ക് ഈ വീക്കിൽ എക്സാം വേണം, അടുത്ത അത് ഡേറ്റ്സ് ഉണ്ട്. IELTS ഒക്കെ പോലെ നമുക്ക് ഡേറ്റ്സ് ഉണ്ട്. ആ ഡേറ്റ്സ് നമുക്ക് എടുത്തിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ അത് നമ്മുടെ ഇപ്പോൾ ഈ ഒക്ടോബർ 25 തോറ്റ കുട്ടികൾക്ക് വേണമെങ്കിൽ ഓൺ ഡിമാൻഡ് സീറ്റ് എടുക്കുക. പക്ഷേ വളരെ കുറച്ച് സീറ്റ് ഉണ്ടാവുള്ളൂ. ഒരു സംസ്ഥാനത്ത് തന്നെ 4 ജില്ല, അതായത് കേരളത്തിൽ 4 ജില്ലകൾ മാത്രമേ സീറ്റുള്ള അവിടെ മാത്രം പോയിട്ട് പരീക്ഷ എഴുതാം. ഓക്കെ, ആ ഒരു ഓപ്ഷനാണ് ഏറ്റവും ഈസി ആയിട്ടുള്ളത്. അതായത് ഈ ജനുവരിയിൽ എഴുതാം, ഫെബ്രുവരിയിൽ എഴുതാം, മാർച്ചിൽ എഴുതാം, സീറ്റ് ഉണ്ടെങ്കിൽ മാത്രം. ഓക്കെ, 10-15 സീറ്റ് മാത്രമേ ഇതിന് അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ ഒരു ഓപ്ഷന് കുട്ടികൾക്ക് എടുക്കുമ്പോൾ അവർക്ക് ഈ തോറ്റ വിഷയങ്ങൾ ഏതാണോ ആ വിഷയങ്ങൾ അതിലെടുത്തിട്ട് ആ ഓൺ ഡിമാൻഡ് മുഖേന അവർക്ക് അത് എഴുതിയെടുക്കുക. അത് കുറച്ച് ഫീ കൂടുതലാണ്. ഇപ്പം നമുക്ക് നോർമലി മറ്റുള്ള എക്സാമിനൊക്കെ ഒരു 350-300 രൂപയ്ക്ക് ആണെങ്കിൽ ഇവിടെ നമുക്കൊരു 700-800-900 രൂപേൻ്റെ അടുത്തൊക്കെ ഫീ വരുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ ഓൺ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് ആ ഫീ എക്സ്ട്രാ വരുന്നത്. ആ ഒരു ഓപ്ഷന് ഇപ്പോൾ നമുക്ക് നെസസറിലി ഇപ്പോൾ ഈ ഒരു അടുത്ത് തന്നെ നമുക്ക് ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷനാണ്. ഇപ്പോൾ കുട്ടികൾ പറയുകയാണെങ്കിൽ ഞങ്ങളിത് പ്രിപ്പയർ ചെയ്തിട്ടില്ല, ഞാൻ കുറച്ച് ടൈം വേണം എന്നൊക്കെ ചിന്തിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒക്ടോബറിന് ശേഷം വരുന്നൊരു ബാച്ച് ഉണ്ട്, April 26, അതായത് അടുത്ത ഏപ്രിലിൽ ഒരു ബാച്ച് വരാൻ പോകുന്നുണ്ട്, എക്സാം എഴുതാൻ പോകുന്നുണ്ട്. സോ ആ ബാച്ചിൻ്റെ കൂടെയും ഈ കുട്ടികൾക്ക് എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് April 2026 ബാച്ചിൻ്റെ കൂടെ ഇപ്പോൾ കുട്ടികൾക്ക് ഫീ അടച്ചിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ അവർക്ക് പഠിക്കാൻ ഒരു 3-3.5 മാസം സമയം കിട്ടും. അത് ഏപ്രിലൊക്കെയാണ് എക്സാം തുടങ്ങുക, ഒരു മെയ് ലാസ്റ്റ് വരെയൊക്കെ എക്സാം ഉണ്ടാവും. അപ്പോൾ അതിൽ വരുമ്പോൾ ഫീ കുറവാണ് കമ്പാരിറ്റീവ്, കാരണം അതൊരു പബ്ലിക് എക്സാമിനേഷനാണ്. 500 കുട്ടികൾ ഒരു സ്കൂളിൽ ഒരു സ്റ്റഡി സെൻറ്ററിൽ എക്സാം സെൻറ്ററിൽ പോയിട്ട് അവിടെ എക്സാം എഴുതുന്നതായതുകൊണ്ട് തന്നെ ഫീ വളരെ കുറവായിരിക്കും. മാത്രമല്ല ടൈം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ 2 ഓപ്ഷൻസാണ് നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മുമ്പിലുള്ളത്. അത് NIOSൽ തോറ്റൊരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നെങ്കിൽ ഇപ്പോൾ ഓൺ ഡിമാൻഡ് ഈ മാസം അടുത്ത മാസമൊക്കെ നടക്കുന്ന ഓൺ ഡിമാൻഡ് കൊടുക്കാം. ആ ഓൺ ഡിമാൻഡ് ആണെങ്കിൽ ഇപ്പോൾ വളരെ കുറച്ച് സീറ്റ്സ് ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. ആ ഓൺ ഡിമാൻഡ് എക്സാം ഈ മാസം എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു 40-45 ഡേയ്സ് കൊണ്ട് റിസൾട്ട് വന്നിട്ട് ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ റിസൾട്ടൊക്കെ വന്ന് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതല്ല എനിക്ക് അടുത്ത അക്കാഡമിക് ഇയർ മതി എന്ന് ആഗ്രഹം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല. ഏപ്രിൽ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മുടെ എല്ലാ പബ്ലിക് എക്സാം നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഡിഗ്രി എന്നൊക്കെ പറയുന്നത് ജൂണിലൊക്കെയാണ് നോർമലി വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഏപ്രിൽ എഴുതിയാലും റിസൾട്ട് ഒരു മെയ് ജൂണിലൊക്കെ വന്നാലും ആ വർഷം തന്നെ ഈ അക്കാഡമിക് ഇയറിൽ തന്നെ നമുക്ക് ഡിഗ്രിക്ക് പോകാനും പറ്റും. ഇപ്പോൾ NIOS ഒക്ടോബർ 2025 തോറ്റ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഇത് കൺസേൺ ഇല്ല. ഇവരിപ്പോൾ ഈ മാസം അടുത്ത മാസം അതിൻ്റെ അടുത്ത മാസം ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഏപ്രിലോ അടുത്ത 4 മാസത്തിനുള്ളിൽ ഇവർക്ക് എക്സാം ഉണ്ട്. ഏത് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. പക്ഷേ ഏത് അറ്റൻഡ് ചെയ്താലും അവരെ ഓപ്പർച്യൂണിറ്റി സെയിം തന്നെയാണ്. കാരണം അവർക്ക് എന്ത് ചെയ്യുക, അടുത്ത
അക്കാഡമിക് ഇയർ തന്നെ, അതായത് 2026 ജൂണിൽ തന്നെ അവർക്ക് ഡിഗ്രിക്ക് പോവാം. ഈ മാസമൊക്കെ എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ചുള്ള ഇപ്പോൾ ഇഗ്നോടൊക്കെ രജിസ്ട്രേഷൻ നീട്ടി പോകും. അപ്പോൾ അങ്ങനെ വരുന്നതാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് സപ്ലി ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ജനുവരി ഇൻടേക്ക് തന്നെ ഡിഗ്രിക്ക് പോകാനുണ്ട്. അതാണ് കുട്ടികൾ പെട്ടെന്ന് ഓൺ ഡിമാൻഡൊക്കെ പോകുന്നത്. അതായത് പ്രൊമോഷന് വേണ്ടിയിട്ടോ മറ്റുള്ള ഓരോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ഓൾറെഡി എനിക്ക് പെട്ടെന്ന് കിട്ടണം, അതായത് ഒരു എക്സ്പ്രസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ട്രാക്ക് ആയിട്ട് എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നവർക്കാണ് ഈ ഓൺ ഡിമാൻഡ്. സോ അങ്ങനെ എടുക്കുന്നത് നമുക്കൊക്കെ ഇവിടെ ഒരുപാട് കുട്ടികൾ ഈ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നൊക്കെ പഠിച്ചിട്ട് അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ പഠിച്ച് സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് തോറ്റു പോയിട്ടുള്ള കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ട് ഈ ഓൺ ഡിമാൻഡൊക്കെ കൂടുതൽ കുട്ടികൾ എടുക്കാറുണ്ട്. അതല്ലാതെ നോർമൽക്കും കുട്ടികൾ വരാം. അത് അവരുടെ കൺവീനിയൻസ് ആണ്. സോ രണ്ടെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് മാത്രമല്ല, അതിപ്പോൾ ഈ ഒരു ചാൻസ് മാത്രമല്ല, കേരള ബോർഡുകളെ പോലെ മറ്റുള്ള CBSE ബോർഡുകൾ മറ്റുള്ള ഈ ഒരു ബോർഡുകളെ പോലെയല്ല NUS കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആണ്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് 5 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഈ വരുന്ന ജനുവരിയിലും ഫെബ്രുവരിയിലും മാർച്ചിലും എഴുതാൻ പറ്റില്ല, ഏപ്രിലും പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല, അതിൻ്റെ അടുത്ത വരുന്ന ഓൺ ഡിമാൻഡ് അവർക്ക് എഴുതാം. അതെന്നാ വരുന്നത് വെച്ചാൽ ഏകദേശം നമുക്ക് ഒരു ഓഗസ്റ്റ്, സെപ്റ്റംബർ, ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ ഒരു 3 മാസങ്ങൾ ഓൺ ഡിമാൻഡ് ഉണ്ട്. സോ ആ സമയത്ത് അവർക്ക് എഴുതാം. അതല്ലെങ്കിൽ അതിനുശേഷം വരുന്ന ബാച്ചിൻ്റെ കൂടെ ഒക്ടോബർ 2026 കൂടെ എഴുതാം. അങ്ങനെ 5 വർഷത്തിനുള്ളിൽ ഇവർക്ക് ഈ 9 ചാൻസിൽ എപ്പോൾ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ എഴുതാൻ പറ്റിയില്ല, ഇനി എഴുതി തോറ്റാലും കുഴപ്പമില്ല, നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള അവസരങ്ങൾ കൂടുതലാണ്. നമ്മുടെ ജയിച്ച വിഷയങ്ങൾ പോകത്തൊന്നുമില്ല. ഈ 5 വർഷത്തിനും നമ്മൾ ജയിച്ച വിഷയങ്ങൾ അങ്ങനെ തന്നെ ഉണ്ടാവും, തോറ്റ വിഷയം മാത്രം നമ്മൾ എഴുതി കൊടുത്താൽ മതി. ഇനി 5 വർഷം കഴിഞ്ഞാലും നമ്മുടെ ജയിച്ച വിഷയങ്ങൾ പോകത്തൊന്നുമില്ല. അത് നമുക്ക് രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിന്യൂവൽ, ഇപ്പോൾ നമ്മൾ ഒരു വാഹനത്തിനൊക്കെ രജിസ്ട്രേഷൻ 15 വർഷം കഴിഞ്ഞാൽ റിന്യൂവൽ എടുത്ത് വീണ്ടും 5 വർഷം കിട്ടും. അതേപോലെ ഈ 5 വർഷം കഴിഞ്ഞാൽ റിന്യൂവൽ എടുത്ത് മീൻസ് രജിസ്ട്രേഷൻ കൊടുത്താൽ വീണ്ടും ഒരു 5 വർഷം നമ്മൾ ജയിച്ച വിഷയങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ തോറ്റത് മാത്രം ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ NUSൽ ഒരു സബ്ജക്റ്റോ 2 സബ്ജക്റ്റ് തോറ്റു പറഞ്ഞാൽ വിഷമിക്കേണ്ട ഒരു കാര്യമല്ല. അത് ബാക്കി ജയിച്ചത് അങ്ങനെ തന്നെ ഉണ്ടാവും. 10 വർഷത്തിനുള്ളിൽ നമുക്ക് ഈ തോറ്റത് മാത്രം ക്ലിയർ ചെയ്യാനുള്ള അവസരം. അത് എത്ര ചാൻസസ് മുമ്പിലുണ്ട്, ഏത് ചാൻസാണോ അത് അവർക്ക് എടുത്തിട്ട് മുന്നോട്ട് വരാൻ പറ്റും. അതാണ് NUSൻ്റെ ഒരു കുറച്ചും കൂടി ഒരു വൈഡാണ് ഈ ഒരു NUS പറയുന്നത്. മാത്രമല്ല കുറച്ചും കൂടി ലിബറലാണ്. ആളുകൾക്ക് കുറച്ചും അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ കുറച്ചും കൂടി ഈസി ആയിട്ട് അവനവൻ്റെ സൗകര്യത്തിനനുസരിച്ച് അത് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സാറ് പറഞ്ഞത് പ്രകാരം ഇപ്പോൾ നമുക്ക് NIOSൽ 1-2 സബ്ജക്റ്റ് ഫെയിൽ ആയിട്ടുള്ള സ്റ്റുഡൻസിന് അത് എഴുതിയെടുക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ വരുന്ന മറ്റൊരു ഡൗട്ടാണ്, മറ്റു ബോർഡ് ഇപ്പോൾ കേരള ബോർഡോ അല്ലെങ്കിൽ CBSE പോലുള്ള ബോർഡിലെ സ്റ്റുഡൻസിനും ഈ ഒരു ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ബ്ലസ്സിയുടെ ഒരു അഭിപ്രായം എന്താണ്? പായിലെ പറഞ്ഞ പോലെ ഒരുപാട് ബോർഡുകൾ ഇന്ന് അവൈലബിൾ ആണ്. അതായത് സ്റ്റേറ്റ് ബോർഡ് ഉണ്ട്, അതുപോലെ CBSE, അങ്ങനെ ഒരുപാട് ബോർഡുകൾ. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും ഈ പറഞ്ഞ പോലെ പാസ്സായെന്ന് വരില്ല. അപ്പോൾ അവർക്കും ഈ 1-2 സബ്ജക്റ്റ് ഫെയിൽ ആയതിൻ്റെ പേരിൽ +2 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് NIOSലേക്ക് മാറുകയാണെങ്കിൽ, ഇപ്പോൾ സ്റ്റേറ്റ് സിലബസ് പഠിച്ച ഒരു സ്റ്റുഡൻറ്റ് NIOSലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് 2 ഓപ്ഷൻസ് ഓൾറെഡി നമ്മുടെ NIOS ബോർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒന്നുകിൽ അവർക്ക് ഓൺ ഡിമാൻഡായിട്ട് എക്സാം എഴുതാൻ പറ്റും. ഫെയിൽ ആയ സ്റ്റുഡൻസ് ആയിരിക്കും നമ്മൾ എൻക്വയറി ചെയ്യുന്നത്. അപ്പോൾ ഒരു തവണയെങ്കിലും മിനിമം അവർ +2 അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെയുള്ള സ്റ്റുഡൻസിന് ഓൺ ഡിമാൻഡ് എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ 5 വർഷത്തിനുള്ളിലാണ്, അതായത് സ്റ്റുഡൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ 5 വർഷത്തിനുള്ളിലാണ് അവർ +2 ഓൾറെഡി എഴുതിയതെങ്കിൽ അവർക്ക് TOC ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാം. അവർ ഓൾറെഡി പാസ്സായ സബ്ജക്റ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് NIOSലേക്ക് ചേഞ്ച് ചെയ്യാം. അപ്പം അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. ഇത് കൂടാതെ അവർക്ക് സ്ട്രീം 2ലോട്ടും അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെയും റൂള് തന്നെയാണ് ഓൾറെഡി +2 എഴുതിയ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കണം. അങ്ങനെയുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്ക് സ്ട്രീം 2 എന്നുള്ളൊരു ഓപ്ഷനും കൂടെ NIOS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേറെ ഏത് ബോർഡാണെങ്കിൽ കൂടെ ഇനിയിപ്പോൾ ആ ബോർഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും NIOSലേക്ക് ആ സ്റ്റുഡൻറ്റിനെ മാറിയിട്ട് അവർക്ക് എക്സാം എഴുതിയിട്ട് വളരെ സിമ്പിളായിട്ട്, അതായത് NIOSൽ നമുക്കറിയാം 5 സബ്ജക്റ്റ് പാസ്സായാൽ ആ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണ്. അപ്പോൾ പുറമേയുള്ള, ഇപ്പോൾ സ്റ്റേറ്റിലൊക്കെ 6 സബ്ജക്റ്റൊക്കെ എഴുതണം. അപ്പോൾ അത് ഒരുപാട് സ്റ്റുഡൻസിന് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൽ NIOSൽ നമുക്ക് 5 സബ്ജക്റ്റ് പാസ്സായാൽ തന്നെ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണ്. അപ്പം അങ്ങനെ പുറമേയുള്ള ഒരുപാട് ബോർഡിലുള്ള സ്റ്റുഡൻസ് നമ്മൾ എൻക്വയറി ചെയ്യുന്നത് ഈ ഒരു റീസണിൻ്റെ പുറത്താണ്. കാരണം അവർക്ക് പെട്ടെന്ന് പാസ്സാവും വേണം. കാരണം നമുക്കിപ്പോൾ ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നത് നമുക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അതുപോലെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിലൊക്കെ നമുക്ക് എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് കൂടാതെ തന്നെ സ്ട്രീം 2 നമുക്ക് ഈ നെക്സ്റ്റ് ഒക്ടോബറിൽ തന്നെ സ്റ്റുഡൻസിന് അറ്റൻഡ് ചെയ്യാം. അപ്പം ഇങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് പാസ്സാവുന്ന ഒരു സാഹചര്യം സ്റ്റുഡൻസിന് കിട്ടുകയാണ്. ഒരുപാട് സ്റ്റുഡൻസ് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എൻക്വയറി ചെയ്യുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇത് അറിയാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ +2 പാസ്സാവാതെ നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു നല്ലൊരു അവസരം കൂടിയാണ് ഇതൊക്കെ. ബ്ലസ്സി പറഞ്ഞതിൽ ഈ സ്ട്രീം 2 ഉണ്ടല്ലോ, അത് നമ്മൾ കുട്ടികൾക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ല. കാരണം നമ്മുടെ ടേമാണ് സ്ട്രീം 2, സ്ട്രീം 1 എന്നൊക്കെ പറയുന്നത്. ശരിക്കും ഈ സ്ട്രീം 2 എന്ന് പറയുന്നത് അതർ ബോർഡിന് വേണ്ടിയിട്ട് NIOS ഉണ്ടാക്കിയതാണ്.
അങ്ങനെ തന്നെ പറയാൻ പറ്റും. സ്റ്റേറ്റ് ബോർഡ്, പറ്റും. കാരണം നമുക്ക് NUSലൊരു കുട്ടി ഫസ്റ്റായിട്ട് ഇപ്പോൾ കേരള ബോർഡിൽ നിന്ന് എവിടുന്നോ തോറ്റോട്ടെ, ഇനിയിപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് പഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ NUSൽ എല്ലാ വർഷവും 2 എക്സാം നടക്കുന്നുണ്ട്. സ്ട്രീം 1 ഏപ്രിൽ ബ്ലോക്കും സ്ട്രീം 1 ഒക്ടോബർ ബ്ലോക്ക്, 2 ബ്ലോക്കുണ്ട്. അതിൽ തോറ്റുള്ള കുട്ടികൾക്കൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ബ്ലസ്സി ഞാനും പറഞ്ഞിട്ടുള്ള ഈ സെയിം ഓപ്ഷൻസ് ഒക്കെ ഉള്ളത്. അതിനിടയിൽ ഇപ്പോൾ സ്ട്രീം 2നെ കുറിച്ചിട്ട് ബ്ലസ്സി പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ബോർഡുകളിലുള്ള കുട്ടികൾ ഏകദേശം പരീക്ഷ തോൽക്കപ്പോഴാണ് അക്കാഡമിക് ഇയറിലാണല്ലോ. അതായത് എല്ലാ പബ്ലിക് എക്സാമിനേഷൻ നടക്കുക മാർച്ച് ഏപ്രിലാണ്. അതാണ് ആ എക്സാമിനേഷൻ ഒക്ടോബറിൽ കൊണ്ടുവച്ചിട്ടുള്ളത്. കാരണം മറ്റേത് ബോർഡിലും തോറ്റ് കഴിഞ്ഞ കുട്ടിക്ക് ആ തോറ്റ കുട്ടിക്ക് അവിടെ അതേ ബോർഡിൽ തന്നെ സപ്ലിമെൻ്ററി എഴുതി വീണ്ടും തോൽക്കുകയാണെങ്കിൽ വർഷം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതായത് അവിടെ ഒരു ഒക്ടോബറിൽ കൊണ്ടുവച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും, സ്ട്രീം 2 ഒരു മെയ് ജൂണിൽ കൊണ്ടുവച്ചാൽ അല്ലെങ്കിൽ ഒരു ഏപ്രിൽ കൊണ്ടുവച്ചാൽ പോരെ. ഇതാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ NUS കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ല, ഇത് പുറമുള്ള കുട്ടികൾക്കുണ്ട്. NUS കുട്ടികൾക്ക് അതേ സമയത്ത് സ്ട്രീം 1 ഉണ്ട്. ഒക്ടോബർ 26 സ്ട്രീം 1 ഉണ്ട്. അപ്പോൾ NUSലോട്ട് ഡയറക്റ്റ് വരുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്താൽ മതി, ഈ സ്ട്രീം 2 വരേണ്ട ആവശ്യമില്ല, സ്ട്രീം 1 ഉണ്ട്. അതും ആ പരീക്ഷയും ഈ സ്ട്രീം 2ൻ്റെ പരീക്ഷയും ഒരേ സമയത്ത് ഒരേ ഹാളിലാണ് നടക്കുക. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ കേരള ബോർഡിൽ നിന്ന് ഇനിയിപ്പോൾ തോറ്റു വരുന്ന കുട്ടികളോ അല്ലെങ്കിൽ ഇപ്പോൾ തോറ്റ കുട്ടികളോ ആർക്കാണെങ്കിലും ആ സ്ട്രീം ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ തോറ്റ കുട്ടികളായിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ മാത്രം. അപ്പോൾ നമ്മുടെ NIOSലാണെങ്കിലും അതുപോലെ തന്നെ മറ്റു ബോർഡുകളിലാണെങ്കിലും ഇപ്പോൾ 1-2 സബ്ജക്റ്റുകൾക്കൊക്കെ ഫെയിലായെന്ന് പറയുന്ന സ്റ്റുഡൻസിനെ എങ്ങനെ എളുപ്പത്തിൽ ആ ഒരു സബ്ജക്റ്റുകൾ പാസ്സാക്കി എടുക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മൾ അതിനുള്ള മറുപടി ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇനിവേ താങ്ക് യു.